ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നീളെ നടക്കുന്ന നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷനെ നിന്നയാക്കി വയ്ക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിൻ്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിൻ്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യനിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാനിവിടെ നിന്നും പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തെ പ്രത്യേക വേദഭാഗം വായിച്ചു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവനം ശ്രദ്ധിപ്പീൻ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധനഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മറവിയും കഷ്ടതയും ഇനിയുണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്ത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI ഇടവകയ്ക്ക് വേണ്ടി ഇപ്പോൾ ചർച്ച് വാർഡൻ അനുശോചനം അറിയിക്കുന്നതും ശ്രീ ജോർജ് ജോൺ അനുശോചനം അറിയിക്കുന്നതും തുടർന്ന് റീത്ത് സമർപ്പിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലും വേർപാടിൻ്റെ ദുഃഖത്തിലും വിഷമത്തിലും ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭാവിശ്വാസികളെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരമെന്ന്. ഈ പ്രിയ മാതാവിന് 87 സംവത്സരം ഈ ലോകത്തിൽ ജീവിക്കുവാൻ മക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെയും കണ്ട് സന്തോഷിക്കുവാനും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർക്കുവാനും ദൈവം അവസരം കൊടുത്തു എന്ന് ഓർക്കുമ്പോൾ ഈ ശ്രേഷ്ഠമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യും. 22 വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ഈ ലോകത്തിൽ നിന്ന് സ്വസ്ഥതയിൽ പ്രവേശിച്ചതിന് ശേഷം ആ കുടുംബത്തിൻ്റെ എല്ലാ ഭാരങ്ങളും സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അപ്രാപ്യമെന്നോ അതിശയമെന്നോ എന്ന് നാം പറയത്തക്കവണ്ണം തൻ്റെ മക്കളെ എല്ലാവരെയും ദൈവാശ്രയത്തിൽ, പള്ളിയോടുള്ള ബന്ധത്തിൽ അവർക്കായതായ എല്ലാ വിദ്യാഭ്യാസവും നൽകി ഒരു കുടുംബജീവിതവും നൽകാൻ തക്കവണ്ണം ഈ പ്രിയ മാതാവിന് കഴിഞ്ഞു എന്നത് ഓർക്കുമ്പോൾ തീർച്ചയായും ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതമായിരുന്നു ഈ മാതാവിൻ്റെ എന്ന് നമ്മൾ വർണ്ണിക്കണം. ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളോ സാമ്പത്തികമായ എല്ലാ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു സമയത്താണ്
ഒരു പക്ഷേ ഇന്ന് നാം ചിന്തിക്കാത്തതുപോലെ നമ്മളുടെ പിതാക്കന്മാരും ഈ മാതാവുമൊക്കെ ജീവിച്ചിരുന്നത് എന്ന് ഞാൻ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെങ്കിൽ പള്ളിയുടെ അല്ലെങ്കിൽ പള്ളിയുടെ സംഘാടനത്തിൽ മുഖ്യ സ്ഥാനത്തുള്ളോ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിലോ ഈ പ്രിയ മാതാവിൻ്റെ പേരുകൾ നാം കേട്ടിട്ടില്ല എങ്കിൽ പോലും കരോട്ട് സ്ത്രീജന സഖ്യത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും നിരന്തരമായ സേവനം ഉണ്ടായിരുന്ന ഒരു മാതാവായിരുന്നു ഇതെന്ന് നാം വിസ്മരിച്ചുകൂടാ. ദൈവാശ്രയത്തോടുകൂടി മക്കളെ വളർത്തുവാനും ഒരു ജീവിതം നയിക്കുവാനും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ട്. അവസാന കാലത്ത് കുറച്ച് അസുഖങ്ങളൊക്കെയും ഉണ്ടായിരുന്നെങ്കിലും താൻ പ്രിയം വെച്ച ആ മണവാളനെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ആ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കിരീടം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുവാൻ ഈ പ്രിയ മാതാവിന് സാധിച്ചു. പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്ന ഒരു സംഗതിയുണ്ട്. അനുശോചനങ്ങളും പറയുമ്പോഴും ആശ്വാസവാക്കുകൾ പറയുമ്പോഴും ഈ പ്രിയ മാതാവ് ഇതൊന്നും കേൾക്കുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും അത് നമ്മോടുകൂടെയാണ് പറയുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നാമൊക്കെയും ഈ ഒരു മരണനിഴ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഓട്ടം സ്ഥിരതയോടുള്ള ഓട്ടമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ഈ ലോകത്തിൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ ചെയ്ത പ്രവൃത്തികൾക്ക് ദൈവം നൽകുന്ന ഒരു കിരീടം, ആ കിരീടം പ്രാപിച്ചുകൊണ്ട് പുതിയൊരു ലോകത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് നാം കടക്കുന്നതാണ്. ഏത് മനുഷ്യനും മരിച്ചാൽ, ഒരു ദിവസം ജീവിച്ചാൽ ഒരു മരണമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 89-ാം സങ്കീർത്തനം 48-ാം വാക്യത്തിൽ പറയുന്നു, ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്നവൻ മനുഷ്യനാർ, തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ ആരുള്ളൂ എന്ന്. മരണം എന്നുള്ളത് ഒരു പ്രത്യാശയുടെ അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഒരു പ്രത്യാശയോടുകൂടിയുള്ള ജീവിതമാണെങ്കിൽ മരണത്തെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യൻ എപ്രകാരം പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് വേറെ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നവ അപ്രകാരം തന്നെ ദേഹത്തോടുകൂടിയ ആത്മാവ് ജീർണങ്ങളായ ശരീരങ്ങളെ ഉപേക്ഷിച്ച് വേറെ പുതിയ ശരീരങ്ങളെ പ്രാപിക്കുന്ന ആ ഒരവസ്ഥയാണ് നമ്മുടെ മരണം. സഭയുടെ പഴയകാല ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തീർച്ചയായും സഭയുടെ ആത്മീയവും സാമ്പത്തികവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായ സഹകരണങ്ങളിലും ആ കുടുംബം സഭയോട് ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ സമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സഭ ഓർക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ മാതാവ് നമുക്ക് നൽകി തന്നിട്ടുള്ള നല്ല കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, പ്രത്യാശയുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനത്തോടുകൂടി ആ നല്ല കാൽപ്പാടുകളെ പിന്തുടർന്ന് മുമ്പോട്ട് പോകുവാൻ കുടുംബാംഗങ്ങൾക്കും നമുക്കേവർക്കും സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കുള്ള എല്ലാ അനുശോചനങ്ങളും കുടുംബത്തോടുകൂടി കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ സഭ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യട്ടെ. അനുശോചന സൂചകമായി ഇപ്പോൾ സഭയുടെ റീത്ത് കൈക്കാരൻ ബാബുച്ചായൻ വയ്ക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനം പരാജയമല്ലെന്ന് തെളിയിച്ച ഒരു മാതാവാണ് ഈ പ്രിയ മാതാവ്. 87-ാമത്തെ വയസ്സിൽ തോട്ടുങ്കലെ ശ്രീമതി മറിയാമ്മ ജോർജ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ജീവിതത്തിൽ പ്രിയ മാതാവ് അഭിമുഖീകരിച്ച പ്രയാസങ്ങൾ ചില്ലറയല്ലായിരുന്നു. 22 വർഷത്തെ വൈധവ്യം അതുതന്നെ വലിയൊരു കാര്യമാണ്. ഇന്ന് പരീക്ഷയ്ക്ക് വേണ്ട പോലെ മാർക്ക് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അഥവാ തോറ്റുപോയാൽ ഉടനെ ആത്മഹത്യ ചെയ്യുന്ന തലമുറയായിരുന്നുള്ളത്. എന്നാൽ 7 കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുവാൻ, പഥ്യോപദേശത്തിൽ വളർത്തുവാൻ പ്രിയപ്പെട്ട മാതാവിന് 22 സംവത്സരം ഈ കുഞ്ഞുങ്ങൾക്ക് പിതാവും മാതാവുമായിരുന്നു നടത്തുവാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ജീവിതം ഒരിക്കലും പരാജയമല്ലെന്ന് അമ്മച്ചി തെളിയിക്കുക ചെയ്യുന്നത് വലിയ കാര്യമാണ്. ധൈര്യത്തോടുകൂടെ ജീവിതത്തെ നേരിട്ടു എന്നുള്ളതാണ്. പഴയ കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ പ്രയാസവും ഇല്ലായ്മകളുടെയും കാലമാണ്. നമ്മളുടെ സമീപത്തുള്ള ചന്തയിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് തിരികെ മറ്റ് സാധനങ്ങൾ വാങ്ങി വരുന്ന പതിവാണ്. എക്സ്ചേഞ്ചിങ് തിങ്സ് റാദർ ദാൻ മണി, അല്ലെ, പണം കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ സാധനങ്ങൾ കൈമാറുന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു പഴയകാലത്ത് ജീവിച്ചിരുന്നത്. അമ്മച്ചി കൃത്യമായി ക്വാളിറ്റിയുള്ള തൈര് ഉണ്ടാക്കി കൊണ്ടുപോയി തലയിൽ ചുമന്ന് നടന്ന്, വണ്ടിയൊന്നുമില്ലല്ലോ, കൊണ്ടുപോയി കൊടുത്ത്. അമ്മച്ചി മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു എന്നാണ് ഒരു 40 വർഷത്തിന് മുമ്പ് അങ്ങനെ നടന്നുപോയ ഒരു വ്യക്തി പറഞ്ഞത്. അപ്പോൾ അത് എത്ര അതിരാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കൃത്യമായി അമ്മച്ചിയുടെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആളുണ്ടായിരുന്നു. കാരണം ക്വാളിറ്റി മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പ് വലിയൊരു വെല്ലുവിളിയാണ്. ധൈര്യത്തോടുകൂടെ ജീവിതത്തെ കണ്ട വ്യക്തിയാണ്. നമ്മളും അതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, പ്രിയപ്പെട്ടവൻ കടന്നുപോയപ്പോൾ, ഒരു മകളുടെ വിവാഹ ജീവിതത്തിൽ പ്രയാസം നേരിട്ടപ്പോൾ ഇതൊന്നും പതറിയില്ല. വലിയ MBA പഠിച്ച അമ്മച്ചിയൊന്നും അല്ലായിരുന്നു. ഇന്നാണെങ്കിൽ അതിനൊക്കെയുള്ള നമ്മൾ പറയും അല്ലേ, ബിസിനസ് മാനേജ്മെൻറ്റ് സ്കിൽസ് എന്നൊക്കെ നമ്മൾ പറയും. ഒന്നുമില്ല. പഴയ ഈ വീട്ടമ്മ പഴയ കാലത്ത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും അടിയുറച്ച വിശ്വാസവും തൻ്റെ ഇടവും ആർജവത്തോടുകൂടെ ജീവിച്ചു. വളരെ ശാന്തമായിട്ട് ജീവിച്ചു. 7 മക്കളെ വളർത്തണമെങ്കിൽ എളുപ്പ കാര്യമാണോ? ഇന്ന് ആ മക്കളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള അതിയായ സന്തോഷം. നമ്മൾ പല സംസ്കാര ശുശ്രൂഷ സംബന്ധിക്കുന്ന ചിലയിടത്തൊക്കെ എല്ലാ മക്കളും വരാറ് പോലുമില്ല. സൗകര്യങ്ങൾ കണ്ടേക്കാം. പക്ഷേ ഞാനോർത്ത് പോകാറുണ്ട്, നമ്മുടെ സ്വന്തം മാതാവും പിതാവും മരിക്കും വന്നില്ല പിന്നെ എന്നാ വരിക? 7 പേരും ഇവിടെ ഉണ്ട്. കൊച്ചുമക്കളെ 2 പേരൊഴികെ എല്ലാവരും ഇവിടെ ഉണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടവരുണ്ട്. മാതാവിനെ ശുശ്രൂഷിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും മാതാവ് അങ്ങനെ അവരെ വളർത്തി. അവർക്ക് ആ സ്നേഹം, വാത്സല്യമൊക്കെ തിരികെ നൽകാനായിട്ട്, കരുതലൊക്കെ തിരികെ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ജീവിതത്തെ ധൈര്യത്തോടെ നേരിടണം. നന്നായിട്ട് അധ്വാനിക്കണം. ദൈവത്തോട് ചേർന്ന് പരിശ്രമിക്കണം. നന്നായിട്ട് അധ്വാനിക്കണം. അതിനൊരു മാതൃക അമ്മച്ചി. അതാണ് അമ്മച്ചി നമ്മളോട് വിളിച്ച അമ്മച്ചിയുടെ ഈ ഭൗതിക ശരീരം, ചലനമറ്റ ഈ ശരീരം നമ്മളോട് ഓർപ്പിക്കുന്നതാണ്. അധികാലത്ത് എഴുന്നേറ്റ് അധ്വാനത്ത് നടന്നുപോയി അല്ലേ, കാര്യങ്ങൾ അവിടെ വിറ്റ് അത് മറ്റ് സാധനങ്ങൾ വാങ്ങി വന്ന് വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ച അമ്മച്ചി. മറ്റു പലരും കൂട്ടുണ്ട്. എന്നാലും ആ ഒരു തൻ്റെ ഇടം, ആ ഒരു ആർജവം, അതൊക്കെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ധീരതയോടെ ജീവിതത്തെ കണ്ടു, ജീവിതം നയിച്ചു. പല പ്രയാസങ്ങളുടെ മധ്യത്തിൽ പതറാതെ ഇതെല്ലാം കഴിഞ്ഞ ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം മക്കൾക്കും അത് പകർന്നു നൽകി. ഒരു മകൻ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കും അമ്മച്ചിയോട് അല്പം കുറച്ച് ദിവസങ്ങൾക്കായിട്ട് ഇവിടെ വന്നു. എല്ലാ ദിവസവും വൈകിട്ടത്തെ കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വന്നു. എനിക്ക് അതിശയം തോന്നി. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരാഴ്ചത്തെ അവധിക്ക് വരുന്ന മകൻ എല്ലാ ദിവസവും വൈകിട്ടത്തെ കൂട്ടായ്മയ്ക്ക് വരിക സാധാരണ കാണാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതുകൊണ്ട് പേരൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? തീർച്ചയായിട്ടും അതുകൊണ്ട് ആരും പൂർണ്ണരാണെന്നൊന്നുമല്ല ഞാൻ, നമ്മളൊക്കെ കുറവുള്ളവരാണ്. എന്നാലും ഈ ദർശനം ലഭിച്ചത് മാതാപിതാക്കളിലൂടെ, ഈ മാതാവിലൂടെ. അവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുപോലുള്ള മാതാപിതാക്കൾ കടന്നു പോകുന്നത് നമുക്ക് വേദനാജനകമാണ് അല്ലേ. ദൈവത്തിലുള്ള ആശ്രയത്തോട് നന്നായിട്ട് അധ്വാനിച്ച് കുടുംബത്തെ പഥ്യോപദേശത്തിൽ പോറ്റി പുലർത്തിയ വളർത്തിയ പ്രിയപ്പെട്ട മാതാവ് നഷ്ടപ്പെടുന്നത് മക്കൾക്ക് മാത്രമല്ല, ഈ സഭയ്ക്കും സമൂഹത്തിനൊക്കെ വേദനയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയത്തിന് നമ്മൾ കീഴടങ്ങുകയാണ് ആവശ്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അത് തികവുള്ളതാണ്. അതുകൊണ്ട് ദൈവസ്ഥിതിയിലേക്ക് ആത്മാവ് ചേർക്കപ്പെട്ടിരിക്കും. ചില നിമിഷങ്ങൾക്കകം ശരീരം മണ്ണോട് മണ്ണ് ചേരും അല്ലേ, മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പുഴിക്ക് പുഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കും. ചില നാളുകൾക്ക് ശേഷം മണ്ണിനോട് ചേരും. പക്ഷേ ആത്മാവ് ദൈവസ്ഥിതിയിൽ ചേർക്കപ്പെട്ടു. ആ വലിയ പ്രത്യാശയിൽ ധൈര്യത്തിൽ ജീവിപ്പാൻ മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ദൈവം ഇട നൽകട്ടെ. സമാധാനവും പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ, ഇങ്ങനെയുള്ള ജീവിതങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ധൈര്യവും ആർജവും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ന് രാവിലെ 4 മണിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇച്ചിരി പേടിയാണ്. ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാൻ, ദൈവത്തോട് ചേർന്ന് പരിശ്രമിക്കാനൊക്കെ വെല്ലുവിളിയാണ് നമുക്ക് നൽകുന്ന അമ്മച്ചിയുടെ ജീവിതം. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ദൈവം എല്ലാവർക്കും ആവശ്യമായ സമാധാനം നൽകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇടവകയുടെ നാമത്തിൽ എല്ലാ അനുശോചനവും അതിനുപരി പ്രത്യാശയുടെ വചനങ്ങളും പ്രാർത്ഥനയും
പ്രത്യേകമായി ഉറപ്പ് നൽകുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു വാക്ക് നന്ദി പറയുന്നതിന് ശ്രീ ജോ സക്കറിയ മുമ്പോട്ട് വരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള വന്യ വൈദിക ശ്രേഷ്ഠരെ, കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഇടവക ജനങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ നന്ദി പറയുന്നതിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഞാൻ ഓർക്കുകയായിരുന്നു, ആർക്കാണ് നന്ദി പറയേണ്ടത്? ദൈവത്തിന് നന്ദി പറയുക. 87 വർഷക്കാലം ജീവിതം തന്ന ദൈവത്തിന് നന്ദി പറയുക. കോതകുളത്ത് ഭവനത്തിലെ ഒരു നല്ല മകളായി, തോട്ടുങ്കൽ ഭവനത്തിലെ ഒരു നല്ല ഭാര്യയായി, ഒരു മരുമകളായി, ഒരമ്മാവിയമ്മയായി, ഒരു വെല്ലുമ്മച്ചിയായി എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ കൊടുത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഭവനങ്ങളിൽ ഓടിയെത്തി കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയൊക്കെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകുവാനും വചനത്തിൽ ധൈര്യം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും മറ്റച്ഛന്മാരും, പ്രത്യേകിച്ച് തലക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ പ്രിയപ്പെട്ട അച്ഛന്മാർ, മാർത്തോമ സഭയിൽപ്പെട്ടതായിട്ടുള്ള ഈ അമ്മച്ചിയുടെ മക്കൾ പ്രവർത്തിക്കുന്ന മധ്യപ്രദേശത്തുള്ളതായിട്ടുള്ള അവിടെ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഒക്കെയും വന്ന് സഹകരിച്ചു, വിളിച്ച് ഞങ്ങളോട് അനുശോചനം അറിയിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഈ കുടുംബാംഗങ്ങൾക്കുള്ളതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ജനപ്രതിനിധികളായിട്ടുള്ളവർ സഹായിച്ചു. പ്രത്യേകിച്ച് കറുകച്ചാൽ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ത്രേസ്യാമ്മ അവറുകൾ അന്ന് രാത്രിയിൽ തന്നെ മോർച്ചറിയിൽ വന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായ ക്രമീകരണങ്ങൾ ചെയ്തു തന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അയൽവാസികൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ വലിയ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ ഈ ഭവനത്തിന് വളരെയധികമായിട്ട് ലഭിച്ചത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ അയൽവാസികളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കട്ടെ. ബന്ധുമിത്രാദികൾ പല പ്രാവശ്യം വരികയും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അമ്മച്ചിക്ക് 7 മക്കൾ, 13 കൊച്ചുമക്കൾ. എല്ലാ ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരോടുള്ളതായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഇടവക ചുമതലക്കാർ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്നല്ലോ. അവരോടുള്ളതായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ സമയം വരെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത, ക്രിസ്തീയ ദൗത്യം നിറവേറ്റിയ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതി നിമിത്തം ഞാൻ നിർത്തുകയാണ്. ആർക്കെങ്കിലും നന്ദി പറയുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ളതായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. എനിക്കും ആത്മീയ രംഗത്ത് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ലഭിച്ചത് നന്ദിയോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അമ്മച്ചിയുടെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്ന ഒരു അതിഥിയെക്കുറിച്ച് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. അത് മറ്റാരുമല്ല, മരണത്തിൻ്റെ ദൂതനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വരും. നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നാളും നാഴികയും നമുക്കറിയത്തില്ല മനുഷ്യപുത്രൻ വരുന്നത്, അതെ കർത്താവ് വരുന്നത് നമ്മളെ ചേർക്കുവാൻ. ജീവിതത്തെ ക്രമീകരിക്കാം, ബന്ധങ്ങളെ ക്രമീകരിക്കാം, ഉത്തരവാദിത്തങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പരിഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരണമേ. കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്ത ആവശ്യത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. ജീവനുള്ളവരാരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. യഹോവയ്ക്ക് വിലയേറിയതാവുന്നു. അവരുടെ പ്രതിഫലവും കർത്താവിന്റെ പക്കലാവുന്നു. യാതൊരു പീഡയും അവരെ ബാധിക്കുകയില്ല. അതേപോലെ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് കൂടെ മുമ്പാകെ നടക്കും. എന്റെ വലത്ത് ഭാഗത്തുനിന്നും പ്രബോധങ്ങളുണ്ട്. ഞങ്ങളുടെ തിരുവിളിയും തിരുസന്നിധി പെരുമാറാകട്ടെ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിനോടും വിട്ടുപോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിൽ നിന്ന് ഭാരത്തിൽ നീക്കപ്പെട്ട ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ ഈ പ്രിയ മാതാവിനെ പാപലോകത്തിലെ അരിഷ്ടതകളിൽ നിന്ന് വിടുവിപ്പാൻ നിനക്കിഷ്ടം തോന്നിയിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസിൽ മരിച്ചവരോടെല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും നിന്റെ എന്നേക്കുള്ള നിത്യമോത്വത്തിൽ സർവ്വസമ്പൂർണ്ണതയും മോക്ഷം അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് നിന്റെ രാജ്യത്തെ വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മ കൊണ്ട് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവേ, വിശ്വസിക്കുന്നവരെല്ലാം മരിച്ചാലും ജീവിക്കുകയും ജീവിച്ചിരുന്ന അവനിൽ വിശ്വസിക്കുന്ന ആരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തന്നെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ മാതാവ് അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങളും സ്വസ്ഥതയെ അനുഭവിക്കുമാറാകേണ്ടതിനും ഒടുക്കത്തെ ദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിങ്കൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ചു ഭയപ്പെടുന്നവരോട് എല്ലാവരോടും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും പൈതങ്ങളെ വരുവിൻ, ലോകാരംഗം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശങ്ങളിൽ നിന്ന് അരുളിച്ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകേണ്ടതിനും പാപവനത്തിൽ നിന്നും നീതിയുടെ ജീവനിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്നും ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ,